സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ശാരീരികമായി വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനേക്കാൾ വലിയ വ്യത്യാസമാണ് മാനസിക തലത്തിൽ. സ്ത്രീയുടെ മനസ്സ് വേറെയാണ്, പുരുഷന്റെ മനസ്സ് വേറെയാണ്. സ്ത്രീകൾക്ക് പക്ഷേ ഒരു നേട്ടമുണ്ട്. അവർക്ക് പുരുഷന്റെ മനസ്സ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അതേസമയം പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് ആ ഒരു കഴിവില്ല എന്നുള്ളതാണ് സത്യം. സാഹചര്യങ്ങളെയും സ്ത്രീകളുടെ സ്വഭാവത്തെയും ഒക്കെ പലപ്പോഴും മനസ്സിലാക്കാതെയാണ് പുരുഷൻ ഇടപെടുന്നത്. അതാണ് പല ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. ഇപ്പം കുട്ടികൾക്ക് ഒരു ടൂറുമായി ബന്ധപ്പെട്ട് പോകേണ്ട ആവശ്യത്തിന് പണം ആവശ്യമുണ്ട്. ഗൃഹനാഥനായ അച്ഛൻ്റെ അനുവാദം വാങ്ങണം. അതിന് അവരെ ആദ്യം സമീപിക്കുന്നത് ആരെയാണ്? അവർ സമീപിക്കുന്നത് അമ്മയാണ്. അമ്മയോട് ചെന്ന് പറയുമ്പോൾ അമ്മ ആ സാഹചര്യം വിലയിരുത്തി മക്കളോട് പറയും, ഇപ്പോൾ പറയണ്ട, പണമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ആളല്പം ടെൻഷനിലാണ്, ഇപ്പോൾ നിങ്ങൾ ഓടിച്ചെന്ന് ചോദിച്ചാൽ നോ പറയും. അതേ അമ്മ തന്നെ കൃത്യമായ അവസരം കണ്ടെത്തി മക്കൾക്ക് സൂചന കൊടുക്കും. അച്ഛൻ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് കാണുമ്പോൾ മക്കളടുത്ത് പറയും, പോയി ചോദിച്ചോളാൻ പറയും. കാരണം ഭർത്താവിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി പെരുമാറാനുള്ള ഭാര്യയുടെ കഴിവാണത്. ഇത് ഒരു പക്ഷേ പ്രകൃതി സ്ത്രീക്ക് കൊടുത്ത ഒരു പ്രയോജനമാണ്. കാരണം ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് എത്രയോ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് അതിന് അതിൻ്റെ ആഗ്രഹങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ പറയാൻ പറ്റുന്നത്. കുഞ്ഞ് വിശന്ന് കരഞ്ഞാലും അതിനെ ഒരു ഉറുമ്പ് കടിച്ചു കരഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവും കുഞ്ഞ് കരയുന്നത് എന്തുകൊണ്ടാണെന്ന്. കുഞ്ഞിൻ്റെ ആഹാരം അമ്മയുടെ മുലപ്പാലല്ലേ, അത് കൊടുക്കേണ്ടത് അമ്മയല്ലേ. അതുകൊണ്ട് കുഞ്ഞിനെ അറിയുന്ന പോലെ സാഹചര്യങ്ങളെയും മറ്റുള്ളവരെയും മനസ്സിലാക്കാനുള്ളൊരു കഴിവ് പ്രകൃതി സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു പുരുഷൻ ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേണ്ട എന്ന് തന്നെയാണ്. ഭർത്താവ് പറയുകയാണ് ഭാര്യയുടെ അടുത്ത്, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേണ്ട എന്ന് തന്നെയാണ്. നേരെ തിരിച്ചൊരു സ്ത്രീയാണ് പറയുന്നതെങ്കിലോ, സ്ത്രീ ഒരു വീട്ടിൽ, അത് നമ്മുടെ അമ്മയോ ഭാര്യയോ ആരും ആയിക്കൊള്ളട്ടെ, അവര് ഒരു കാര്യം വേണ്ട എന്ന് പറയുന്നത് സാഹചര്യം അനുസരിച്ചിട്ടാണ് വേണ്ട എന്ന് പറയുന്നത്. ഇപ്പോൾ വീട്ടില് ഒരു ഭക്ഷണം തയ്യാറാക്കി, അപ്രതീക്ഷിതമായിട്ട് അതിഥികൾ വന്നു, അത് തികയാതെ വരുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള ആഹാരമാണെങ്കിൽ കൂടി അവർ പറയും, എനിക്ക് വേണ്ട, നിങ്ങൾ എടുത്തോ എന്ന് പറയും. അത് അവര് വേണ്ടാഞ്ഞിട്ട് പറയുന്നതല്ല, അവർ സാഹചര്യം അനുസരിച്ചിട്ട് അവർ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നതാണ്. അതുപോലെ അവരുടെ പിറന്നാളാണ്, ഒരു കേക്ക് വാങ്ങണം, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അല്ലെ ഡ്രസ്സ് എടുക്കണം, ആ സമയത്തൊക്കെ സാഹചര്യം അനുകൂലമല്ലെങ്കിൽ എനിക്കിപ്പോൾ വേണ്ട എന്ന് പറയും. ആ പറച്ചിലിൻ്റെ അർത്ഥം വേണ്ട എന്നല്ല, അത് കള്ളമാണ് പറയുന്നത്. അങ്ങനെ സാഹചര്യം നോക്കി അവർ വേണ്ട എന്ന് പറയുമ്പോൾ അവരെ നാം പരിഗണിച്ചാൽ അവർക്കത് വലിയ സന്തോഷമാവും. ചിലപ്പോൾ അത് ഉടനെ നമ്മുടെ അടുത്ത് പറയില്ല, പക്ഷെ അവരത് മനസ്സിലത് കുറിക്കും, അത് അവരുടെ മനസ്സിലത് കൊള്ളും. നേരെ തിരിച്ചു ചെയ്താലും അതുപോലെ തന്നെയാണ്. അങ്ങനെ ചെറിയ ലോകമാണ് സ്ത്രീകളുടെ, പുരുഷന്മാരുടെ കൂട്ടല്ല. പുരുഷന്റെ ലോകമെന്ന് പറയുന്നത് വലിയ ലോകമാണ്. ഏതെങ്കിലും സ്ത്രീകൾ കൂട്ടം കൂടി നിന്ന് ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും അതുകൊണ്ട് രാജ്യത്തിനുണ്ടായ ഗുണവും ദോഷവും ഒക്കെ സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതേസമയം പുരുഷന്മാരൊരു 4 പേര് ഒരിടത്ത് നിൽക്കുകയാണെങ്കിൽ അവരുടെ ചർച്ചാ വിഷയം എന്തൊക്കെയാണ്? ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് ശരിയായോ? അമേരിക്കയുടെ ഇടപെടൽ ഗുണം ചെയ്തോ? അങ്ങനെ അന്താരാഷ്ട്ര കാര്യങ്ങൾ വരെ, നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ മാത്രമല്ല ചിന്തിക്കുന്നത്, ലോകത്തെ കാര്യങ്ങൾ വരെയാണ് പുരുഷന്മാർ സംസാരിക്കുന്നത്. ഒരു കല്യാണ സ്ഥലത്ത് പോയാൽ അവിടെ സ്ത്രീകൾ നോക്കുന്നത് എന്താണ്? അവിടുത്തെ വധുവിൻ്റെ സാരി, പട്ടുസാരി, സ്വർണ്ണാഭരണം ഇല്ലേ? അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കുന്നത്. സ്വാഭാവികമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള, അവർ ശ്രദ്ധിച്ച ആ കാര്യങ്ങളാണ് അവരവരുടെ ഹസ്ബൻഡിനോട് സംസാരിക്കുന്നത്. ആ സമയത്ത് പുരുഷൻ എന്ത് ചെയ്യും? പൊതുവെ സ്ത്രീകൾ സംസാരിക്കുമ്പോൾ, ഭാര്യ സംസാരിക്കുമ്പോൾ ഭർത്താവ് ഇത്തരം ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാറേ ഇല്ല. അവർ ഫോണിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലായിരിക്കും അവരുടെ ശ്രദ്ധ. പറയുന്നതിൻ്റെ പകുതിയെ കേൾക്കൂ, കേൾക്കുന്നതിൻ്റെ പകുതിയെ മനസ്സിലാക്കൂ, എന്നിട്ടാണ് മറുപടി പറയുന്നത്. അത് സ്ത്രീകൾക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. സ്ത്രീക്ക് ഏറ്റവും ആവശ്യം പരിഗണനയാണ്. അവരുടെ ചെറിയ ചെറിയ സന്തോഷം, ഓഫീസിലെ കാര്യങ്ങളായാലും, ചിലപ്പോൾ ഓഫീസിൽ നിന്ന് ജോലി ചെയ്യുന്നൊരു സ്ത്രീ വീട്ടിൽ വന്ന ഭർത്താവിനോട് ഓഫീസിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയുമ്പോൾ ഭർത്താവിൻ്റെ ഈ വലിയ ചിന്തയുള്ള പുരുഷന്റെ ആ വലിയ ലോകത്തെ ആ കണ്ണുകൊണ്ട് കാണുമ്പോൾ ആ പറയുന്ന പ്രശ്നങ്ങൾ നിസ്സാരമായിട്ട് തോന്നും. അപ്പോൾ അതിന് ചെവി കൊടുക്കാതിരിക്കും.
സ്ത്രീക്ക് ആവശ്യം നിങ്ങളുടെ ഒരു മറുപടിയും നിങ്ങളുടെ ഒരു സ്വാതന്ത്ര്യവും, അവർക്ക് വിഷമം പറയാനും തല ചായ്ക്കാനും ഒരു ഷോൾഡറാണ് അവർക്ക് ആവശ്യം, ഒരു പരിഗണനയാണ് അവർക്ക് ആവശ്യം. വൈകാരികമായ ജീവികളാണ് സ്ത്രീകൾക്ക്. അവർക്ക് വൈകാരിക ബുദ്ധി കൂടുതലാണ്, ഇമോഷണൽ ഫീലിങ്സ് കൂടുതലാണ്. അത് മനസ്സിലാക്കി സപ്പോർട്ട് കൊടുക്കാനുള്ള കഴിവാണ് നമുക്ക് വേണ്ടത്. അതേപോലെ തന്നെയാണ് ചില കുടുംബങ്ങളിൽ ഭാര്യയുമായി ഭർത്താവ് നല്ല സ്നേഹത്തിലൊക്കെ ആയിരിക്കും, പക്ഷെ ഭാര്യ വീട്ടുകാരുമായി അത്ര രസത്തിലായിരിക്കത്തില്ല. അത് സ്ത്രീകളെ സംബന്ധിച്ച് ഭയങ്കര ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. അവരെ പരിഗണിക്കുന്ന പോലെ, അവരെ സ്നേഹിക്കുന്ന പോലെ അവരുടെ അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും ഒക്കെ തന്റെ ഭർത്താവ് പരിഗണിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം സ്ത്രീകളും. ഇത് നേരെ തിരിച്ച് പുരുഷന്മാരുടെ ഭാഗത്ത് അത്രത്തോളം ഇല്ല. തന്റെ ഭാര്യ ഇപ്പോൾ തന്റെ വീട്ടുകാരുമായിട്ട് അത്ര ലോഹ്യത്തിലല്ലെങ്കിൽ ഒരു പരിധിവരെ പുരുഷൻ അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ ഭാര്യ വീട്ടുകാരോട് കാണിക്കുന്ന അവഗണന അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ, നിങ്ങളുടെ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ അത് കല്ലുകടിക്ക് കാരണമാകും. അതേപോലെ തന്നെയാണ് സ്ത്രീകളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നിസ്സാരമായിട്ട് നാം പറയുന്ന കാര്യങ്ങൾ വരെ അവർ ഓർത്തിരിക്കും. പുരുഷൻ പെട്ടെന്ന് പറഞ്ഞു, ദേഷ്യപ്പെട്ടു, സംസാരിച്ചു, അതവിടെ മറന്നു, അതവിടെ തീർന്നു. ഭൂരിഭാഗം പുരുഷന്മാരും അങ്ങനെ മനസ്സിൽ വെച്ച് പെരുമാറുന്നവരല്ല. നേരെ തിരിച്ച് സ്ത്രീ വളരെ വൈകാരികമായി ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിന് മുറിവേൽക്കുന്ന ഒരു കാര്യവും അവർ മറന്നു പോവുകയില്ല. ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, സ്ത്രീ സ്വഭാവത്തിലെ ഈ മനഃശാസ്ത്രപരമായിട്ടുള്ള അവരുടെ മാനസികമായിട്ടുള്ള ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളുടെ കുടുംബജീവിതം നമുക്ക് വളരെ മനോഹരമാക്കാൻ വേണ്ടി സാധിക്കും. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും, എന്തിനാണ് ഞാൻ ഇങ്ങനെ ഭാര്യയുടെ ഇഷ്ടം നോക്കി പെരുമാറുന്നത് എന്ന് ചിന്തിക്കും. ഇതിന്റെ ഗുണം ആർക്കാണ് കിട്ടുന്നത്? ഇതിന്റെ ഗുണം അവർക്ക് വേണ്ടുന്ന ആ ഒരു സ്നേഹവും ആ ഒരു പരിഗണനയും നിങ്ങൾ കൊടുക്കുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായാൽ നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ 100 ഇരട്ടി സ്നേഹം അവർ നിങ്ങൾക്ക് തിരിച്ചു തരും. അങ്ങനെ സ്നേഹം തിരിച്ചു കിട്ടിയാൽ, പരസ്പരമുള്ള സ്നേഹം കൊടുക്കൽ വാങ്ങൽ കൃത്യമായിട്ട് നടന്നാൽ ആ ദാമ്പത്യ ജീവിതം ഹാപ്പി ആവില്ലേ? സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ വേണ്ടി സാധിക്കില്ലേ? പല പുരുഷന്മാരുടെയും ചിന്ത സ്ത്രീക്ക് ജീവിക്കാൻ വേണ്ടുന്ന ചുറ്റുപാട്, സാമ്പത്തികമായിട്ടുള്ള നല്ല ചുറ്റുപാട് ഒരുക്കി കൊടുക്കുകയും കിടപ്പറയിൽ പൗരുഷം കാണിക്കുകയും ചെയ്യുന്നതാണ് ഒരു ഭർത്താവിന്റെ കടമ എന്നാണ് പലരും ചിന്തിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള പ്രവൃത്തികൾ കൊണ്ടൊക്കെ ഒരു പക്ഷേ സ്ത്രീയുടെ ശരീരത്തെ കീഴ്പ്പെടുത്താനോ അല്ലെങ്കിൽ അവിടെ വിജയിക്കാനോ ഒക്കെ ഒരു പുരുഷന് സാധിച്ചേക്കാം. പക്ഷേ അവളുടെ മനസ്സിലേക്ക് കയറി പറ്റണമെങ്കിൽ, സ്നേഹം തിരിച്ചു കിട്ടണമെങ്കിൽ അവർക്ക് ആവശ്യം പരിഗണനയും സ്നേഹവും വിശ്വാസവുമാണ്. പല പുരുഷന്മാർക്കും അറിയാത്തതും അതാണ്. ആ ഒരു വിശ്വാസവും സ്നേഹവും കൊടുക്കാൻ വേണ്ടി സാധിച്ചാൽ തീർച്ചയായും കുടുംബജീവിതം കൂടുതൽ മനോഹരമാക്കി തീർക്കാൻ എല്ലാവർക്കും സാധിക്കും. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.